നമസ്തേ. നമ്മളിന്ന് ഹിക്കിറ്റയിലെ മൂന്നാമത്തെ കഥയാണ് കേട്ടോ വായിക്കുന്നത്. കാർമൻ എന്ന് പറയുന്ന കഥ. ഈ സമാഹാരത്തിലെ ഹിക്കിറ്റ എന്ന് പറയുന്ന സമാഹാരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7 കഥകളുടെ സമാഹാരമാണ്, 7 കഥയുടെ സമാഹാരമാണ്. അപ്പോൾ ഈ 7 കഥയുടെ സമാഹാരത്തിലെ ഏറ്റവും വലിയ കഥയാണ് നമ്മളിനി വായിക്കാൻ പോകുന്ന കാർമൻ എന്ന് പറയുന്ന കഥ. അത് ഒരു ദിവസം കൊണ്ട് തീരില്ല, 2 ദിവസം എടുക്കും. 2 വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വാനപ്രസ്ഥം ഇരിക്കുന്നു. ഈ വാനപ്രസ്ഥം ഉണ്ടല്ലോ, എനിക്ക് അഷ്മിത എന്ന് പറയുന്നൊരു മോള് തന്നതാണ്. എൻ്റെ വാനപ്രസ്ഥം എങ്ങനെയോ എനിക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്ന കേട്ടിട്ട് ഇവിടെ സ്നേഹപൂർവ്വം അഷ്മി എന്നൊക്കെ എഴുതി എനിക്ക് തന്ന വാനപ്രസ്ഥമാണത്. സ്നേഹം വരുന്ന വഴികളെ. അപ്പോൾ നമുക്ക് കാർമൻ എന്ന് പറയുന്ന കഥ വായിക്കാം. നല്ല കഥയാണ് കേട്ടോ. അതായത് NS മാധവൻ്റെ ഭാഷാ സൗകുമാര്യം എന്ന് പറയുന്നത് നമ്മൾ അറിയണമെങ്കിൽ ശരിക്കും കാർമൻ എന്ന് പറയുന്ന കഥ തന്നെ നമ്മൾ വായിക്കണം. അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ബിംബങ്ങളൊക്കെ വെച്ചേക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ വലിയ കഥയാണ്. നമുക്ക് കുറച്ച് സങ്കീർണമായിട്ടൊക്കെ തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കും, ഇങ്ങനെ ഒക്കെ മനുഷ്യന്മാരുണ്ടായിരിക്കുമോ, ഇങ്ങനെയൊക്കെ മനുഷ്യ സ്ത്രീകളുണ്ടായിരിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടായിരിക്കുമോ എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ ഈ കഥയിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അതിലൊരു സ്ത്രീപക്ഷ കാഴ്ചപ്പാടുണ്ട്. മനോഹരമായൊരു സ്ത്രീപക്ഷ കാഴ്ചപ്പാട്. പക്ഷേ നമുക്ക് ആ സ്ത്രീയോട് തോന്നുന്നത് ഒരു പക്ഷേ അത്ര സന്തോഷകരമായൊരു സ്നേഹസമ്പന്നമായൊരു തോന്നലൊന്നും ആയിരിക്കത്തില്ല കാർമൻ എന്ന് പറയുന്ന സ്ത്രീയോട് നമുക്ക് തോന്നുക. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് കാർമൻ്റെ പക്ഷത്തുള്ള ഒരു കഥയാണ്. കാർമ പക്ഷത്ത് നിന്ന് നമുക്ക് ചിന്തിക്കാവുന്നൊരു കഥയാണ് കാർമൻ എന്ന് പറയുന്ന കഥ. പിന്നെ ഇത് 19-ാം നൂറ്റാണ്ടിലെ ഒരു സ്പെയിൻ നോവലിസ്റ്റിൻ്റെ നായികയുടെ പേര് കാർമൻ എന്നുണ്ട് കേട്ടോ. അത് കാർമൻ എന്ന് പറയുന്ന കഥ എന്ന് പറഞ്ഞാൽ പല അടരുകളുള്ളൊരു കഥയാണ് കാർമൻ എന്ന് പറയുന്നത്. നമുക്കൊരു ഈ NS മാധവൻ്റെ ക്രാഫ്റ്റിൻ്റെ പ്രത്യേകത തന്നെ അതാണ് കേട്ടോ. ഒരു കഥയിലെ നായകനായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നായിക ആയിരിക്കും സംസാരിക്കുന്നത്. വേറൊരു കഥയിൽ കഥാകൃത്തായിരിക്കും സംസാരിക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്ന ക്രാഫ്റ്റുകളിലെല്ലാം ഇങ്ങനെ ആയിരിക്കും സംഭാഷണം പുറത്ത്, അല്ലെങ്കിൽ കഥ പറച്ചിൽ രീതി പുറത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഹിഗ്ഗിറ്റ എന്ന് പറയുന്ന കഥയിൽ അതുപോലെയാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ വൻമരങ്ങൾ വീഴുമ്പോഴെന്ന് പറയുന്ന കഥയിൽ സിസ്റ്റർ അഗതയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. കാർമൻ എന്ന് പറയുന്ന കഥയിലും അത് വ്യത്യസ്ത തരം കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാൻ പറ്റും. പല അടരുകൾ, പല സംഭവങ്ങൾ. അതായത് ഇന്ത്യൻ ഗുസ്തിയുടെ ഒരു പശ്ചാത്തലം ഈ കഥയിൽ, ചരിത്രം അല്ലെങ്കിൽ ഗുസ്തിയുടെ ഒരു രാഷ്ട്രീയം ഈ കഥ ചർച്ച ചെയ്യുന്നുണ്ട്. അതേ സമയം തന്നെ കഥകളിയുടെ ഒരു ചരിത്രവും രാഷ്ട്രീയവും ഈ കഥ ചർച്ച ചെയ്യുന്നുണ്ട്. കഥകളിയുടെ ഏറ്റവും മോശമായിട്ടുള്ളതും ഏറ്റവും നല്ലതുമായ അനുഭവങ്ങൾ ഈ കഥ സ്മരിക്കുന്നുണ്ട്. ഈ കഥയുടെ പല ഭാഗങ്ങളിലായിട്ട് സ്മരിക്കുന്നുണ്ട്. അപ്പോൾ കഥകളിയുടെയും അതുപോലെ തന്നെ ഒരു കലാരൂപത്തിൻ്റെ, 2 കലാരൂപം, ഒരു കായിക രൂപത്തിൻ്റെ ഒരു കലാരൂപത്തിൻ്റെയും സമ്മേളനം ഭംഗിയായിട്ട് നിർവഹിച്ചിരിക്കുന്ന ഒരു കഥയാണ് കാർമൻ എന്ന് പറയുന്ന കഥ. ഓക്കെ, വായിക്കട്ടെ. അലർച്ച ഒടുക്കി ചുവന്ന താടി വെനീസിലെ തോടുകളിലെ വള്ളക്കാരുടെ മറുകൂകലുകൾക്കായി ചെവി കൂർപ്പിച്ചു നിന്നു. ദൂരെ അഡ്രിയാനിറ്റിൽ നങ്കൂരമിട്ട ഒരു കപ്പൽ സൈറൻ മുഴക്കിയതല്ലാതെ മറ്റൊരു മറുപടിയും രാഘവന് കിട്ടിയില്ല. ആശാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കഥയാണ് ഗോഗ്വാകളിലൂടെ സ്ഥലപുരാണങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ രാഘവനെ പ്രേരിപ്പിച്ചിരുന്നത്. കുട്ടനാട്ടിലെവിടെയോ കളിയരങ്ങ്, കഥ ബാലിവധം, ചമ്പക്കുളത്തിൻ്റെ ബാലി. കണ്ടോ കഥകളിയുടെ ചരിത്രം, അല്ലെങ്കിൽ കഥകളിയുടെ ചില ചരിത്രപരമായ സത്യസന്ധമായ വസ്തുനിഷ്ഠമായ ചില സംഭവങ്ങൾ. ആശാൻ്റെ സുഗ്രീവൻ ഉരലിന്മേൽ ഉപ്പൂറ്റി ഉയർത്തു നിന്ന് വെള്ളി നഖങ്ങളിട്ട വിരലുകൾ കൊണ്ട് തിരതാഴ്ത്തി മരച്ചില്ലകൾ കുലുക്കി ചമ്പക്കുളം പാളി നോക്കി. കൂടെ പാല് തിളച്ചു മറിയുന്നത് പോലെ പിടിച്ചു നിർത്താനാകാത്ത അലർച്ച. കാണികൾക്ക് പിറകിൽ ഉടപ്പിറന്നവനെ തൊഴുതു നിന്നിരുന്ന സുഗ്രീവൻ്റെ അടുത്തേക്ക് ബാലി ഇറങ്ങിച്ചെന്ന് ആട്ടിപ്പായിച്ചും കൂക്കി വിളിച്ചും സുഗ്രീവനെ അരങ്ങിൽ നിന്നകറ്റി. പകുതി മടക്കി പിടിച്ച തിരശീലയുടെ അപ്പുറത്തും ഇപ്പുറത്തും പീഠങ്ങളിലിരുന്ന മർക്കടങ്ങൾ ഒളിച്ചു കളിക്കുവാൻ തുടങ്ങി. ആദ്യം തല പുറത്തേക്ക് കാട്ടിയ ബാലി ചെറുതായൊന്നു കൂകി. സുഗ്രീവനും അതേ ഈണത്തിൽ മറുപടി കൊടുത്തു. പക്ഷെ അടുത്ത തവണ തല പുറത്തേക്ക് കാണിച്ച ബാലി ചന്ദ്രോദയത്തിന് വശംവദയായ കടലിൻ്റെ ഭീകര ശബ്ദത്തിലാണ് അലറിയത്.
അതിനും ആശാൻ്റെ മറുപടി. പ്രശ്നോത്തരികളിലൂടെ പടിപടിയായി അലർച്ചകൾ ഉയരുമ്പോഴാണ് കായലിൽ നിന്നൊരു വള്ളക്കൂക്ക് കേട്ടത്. അതിന് മറുകൂക്കായി മറ്റൊരു വള്ളക്കാരൻ. തുരുത്തുകളിലൂടെ നടപ്പുദീനം പോലെ കൂകലികൾ പോള പൊട്ടിപ്പടർന്നപ്പോൾ ആട്ടം കാണാനെത്തിയവർ എഴുന്നേറ്റ് നിന്ന് ബലേ ഭീഷ് എന്ന് ആർത്തു. കണ്ടോ, തുരുത്തുകളിലൂടെ നടപ്പുദീനം പോലെ കൂകലികൾ പോള പൊട്ടിപ്പടർന്നപ്പോൾ. നടപ്പുദീനം എന്ന് പറയുന്ന പകർച്ചവ്യാധി. ഇപ്പോൾ വസൂരി പോലുള്ള പകർച്ചവ്യാധികൾ നമ്മൾ കോവിഡിൻ്റെ കാലത്ത് കണ്ടില്ലേ, ഇങ്ങനെ പടപടപടേന്ന് പകരൂലേ, അതുപോലെ. ഒന്ന് ആലോചിക്കുക, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ബിംബമൊന്നുമല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. ഒരു നടപ്പുദീനം പോലെ കൂകലികൾ പടർന്നപ്പോൾ എന്ന് പറയുന്നു. പോള പൊട്ടി പടർന്നപ്പോൾ ആട്ടം കാണാനെത്തിയവർ എഴുന്നേറ്റ് നിന്ന് ബലേഭേഷെന്നാർത്തു. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ജഡരദ്രാവകങ്ങൾ മണക്കുന്ന മറ്റൊരലർച്ച വെനീസിന് രാഘവൻ എറിഞ്ഞു കൊടുത്തു. ഇത്തവണയും തോടുകൾ മൗനം പാലിച്ചു. ഒന്നുകൂടി പരാജയപ്പെട്ട രാഘവൻ തിരശീലക്കാർ വരുവാൻ കാത്തു നിൽക്കാതെ അകത്തേക്ക് പോയി. അണിയറയിലെ ശോഭയിൽ മിനറൽ ജലം നുണഞ്ഞ കാർമൻ ഇരിക്കുന്നുണ്ടായിരുന്നു. കാർമനെ കണ്ട ഉടൻ ദുശാസനൻ്റെ വേഷമെടുത്തിരുന്ന രാഘവൻ അഞ്ജലി ബന്ധിച്ചു നിന്നു, കൈകൂപ്പി നിന്നു. അപ്പോഴേക്കും രൗദ്രഭീമനായ രാമൻകുട്ടി ആശാൻ്റെ കാലു തൊട്ട് വന്ദിച്ച് അരങ്ങിലേക്ക് നീങ്ങി. അടുത്ത രംഗത്തിൻ്റെ കഥാസാരം മൈക്കിലൂടെ ആരോ ഇറ്റാലിയനിൽ വായിച്ചു. അപ്പോൾ ഇറ്റലിയിലാണ് കഥ നടക്കുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇറ്റലിയിലെ വെനീസിലാണ് ഈ കഥ നടക്കുന്നത്. അവിടെ കഥകളി ആടുകയാണ്. അച്യുതനാശാൻ എന്ന് പറയുന്ന ആശാനും അദ്ദേഹത്തിൻ്റെ കഥകളി സംഘവും. ആ സംഘത്തിലെ ഒരാളാണ് രാഘവൻ. ഇന്ന് നിങ്ങൾ ആരായിട്ടാണ്? കാർമൻ നേത്രം കൊണ്ട് ചോദിച്ചു. കഥകളിയിൽ വാചികമില്ല, നിങ്ങൾക്കറിയാലോ, സംഭാഷണമില്ല. ആംഗികം, ആഹാര്യം, വാചികം, സാത്വികം എന്ന് 4 തരം അഭിനയ സങ്കേതങ്ങളിൽ വാചികാഭിനയം കഥകളിയിലില്ല. അപ്പോൾ രാഘവനും കാർമനും തമ്മിലുള്ള ബന്ധത്തിൽ വാചികമില്ല. രണ്ടുപേരും 2 ഭാഷയാണ്, 2 നാട്ടുകാരാണ്, 2 ദേശക്കാരാണ്, 2 സംസ്കാരമാണ്. ഇന്ന് നിങ്ങൾ ആരായിട്ടാണ്? കാർമൻ നേത്രം കൊണ്ട് ചോദിച്ചു. ഇത്തവണ നിങ്ങൾ ആരാണ്? കാർമൻ കൈകളും അഭിനയത്തിൽ പങ്കുചേർന്നു. ഈ വൻ കിരീടവും താടിയും എല്ലാം വെച്ച് നിങ്ങൾ ആരായിട്ടാണ്? ഞാൻ രാഘവൻ അഭിനയം വിക്കി. ഈ വേഷം എന്താണെന്ന് പറയൂ. കാർമൻ ഉടലിൻ്റെ മേൽപ്പാതി മുഴുവൻ എടുത്ത് അഭിനയിച്ചു കൊണ്ട് ചോദിച്ചു. ഞാൻ സഭാകമ്പം മാറി മുദ്രകൾ പ്രവഹിക്കുവാൻ തുടങ്ങി. ഇന്ന് ഞാൻ പുറകിൽ നിന്ന് ആശാൻ പൊട്ടിത്തെറിച്ചു. പോയി ആട്. മദാമയുടെ മുമ്പിൽ നിന്ന് വിഡ്ഢിത്തം കാട്ടാതെ പോയി ആട്. ഞാൻ ഇവൾക്ക് മനസ്സിലാക്കി കൊടുക്കാം നീ ആരാണെന്ന്. രാഘവൻ അരങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കാർമൻ്റെ മുമ്പിൽ ഒരു പീഠത്തിലിരുന്ന് ആശാൻ മലയാളത്തിൽ കൂസലില്ലാതെ അയാൾ ആരാണെന്ന് വിവരിക്കുവാൻ തുടങ്ങി. നല്ലൂരു ഉണ്ണീരി മേനവൻ, വലിയ നീലകണ്ഠപിള്ള, ഹംസം കുഞ്ഞൻ പണിക്കർ, കവളപ്പാറ നാരായണൻ നായർ, കടത്തനാട്ട് കുങ്കൻ നമ്പ്യാർ എന്നിവർ ആടി പേരും പെരുമയും നേടിയ തോരണയുദ്ധത്തിലെ ഹനുമാനെ ജനീവ എന്ന് പറഞ്ഞൊരു ദേശത്തിൽ വെറും കുരങ്ങനായി മാറ്റിയവനാണ് ഈ രാഘവൻ. അതുകൊണ്ടാണ് ആശാൻ പരുക്ക ശബ്ദം പതുക്കെ ഇടറി. ഇവന് ആദ്യവസാനം കൊടുക്കുവാൻ എനിക്ക് മടി. ആട്ടക്കാരിൽ ഏറ്റവും വേഷഭംഗിയുള്ള ഇവന് കാവുങ്കൽ സാക്ഷാൽ ശങ്കരപ്പണിക്കർ കഴിഞ്ഞാൽ ഇവനാണ് മലയാളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഷഗുണം എന്ന തിരുവരുളിയത് മറ്റാരുമല്ല, കൊച്ചി രാജാവ് പരീക്ഷിത്ത് തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് തന്നെ. കാവുങ്കൽ ശങ്കരപ്പണിക്കർ എന്ന് പറഞ്ഞ കഥകളിയിലെ ആട്ടത്തിലെ ഏറ്റവും ദുരന്ത നിർഭരമായൊരു കഥാപാത്രമാണ് കേട്ടോ. കഥാപാത്രമല്ല, ഒരു വ്യക്തിയാണ്, ചരിത്രമാണ് കഥകളിയുടെ. അതുകൊണ്ടാണ് ആട്ടം അവസാനിക്കാറായി. ദുശാസനെ മടിയിൽ കിടത്തി വയറും മാറും പിളർന്ന് കുടൽമാര വാരി പുറത്തേക്കിട്ട് രൗദ്രഭീമൻ രക്തം കുടിക്കുവാൻ തുടങ്ങി. ഈ കുടൽമാലയെ എവിടെയോ ഇന്നലെ അത്താഴത്തിന് കഴിച്ച ഉപ്പിലിട്ട വടുകപ്പുളി നാരങ്ങയുടെ ഗന്ധം കുടങ്ങിക്കിടക്കുന്നുണ്ടാകുമെന്ന് രാഘവന് തോന്നിയപ്പോൾ ചിരി അടക്കുവാൻ കഴിഞ്ഞില്ല. മൃതപ്രായനായ ദുശാസനൻ ചിരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ടൊന്ന് കൂകി. അസമയത്ത് രാഘവൻ്റെ കൂകൽ കേട്ട് പരിഭ്രമിച്ച രാമൻകുട്ടി പുരുക്കം കൊണ്ട് കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. തലേന്നാൾ കളിയില്ലായിരുന്നു. പകരം ആശാൻ അവരെ സന്താനഗോപാലം ചൊല്ലിയടിച്ചു. ആശാൻ തന്നെയായിരുന്നു ബ്രാഹ്മണൻ, രാഘവൻ അർജുനനും. ചൊല്ലിയാട്ടത്തിനിടയ്ക്കാണ് മിക്കേല ഒരു കൂട്ടുകാരിയെയും കൂട്ടി വന്നു കയറിയത്. ബ്രാഹ്മണ സ്ത്രീയുടെ അവസാനത്തെ കുട്ടിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ശരം കൊണ്ടുണ്ടാക്കിയ സൂതികാഗൃഹത്തിന് മുന്നിൽ അമ്പും വില്ലും പിടിച്ച് രാഘവൻ കാവൽക്കാരനായി വളരെ നേരം നിന്നു. ഷർട്ടിടാത്ത അയാളുടെ നെഞ്ചിൽ ഒരു പൂ വന്ന് വീണപ്പോൾ മാത്രമാണ് രാഘവന് ജീവൻ വെച്ചത്.
ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും ചിരിക്കുന്നു. ആട്ടക്കാർ മിക്കേലയുടെയും കൂട്ടുകാരിയുടെയും ചുറ്റും വട്ടം കൂടി നിന്ന് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് അയാൾ കണ്ടു. മിക്കേല മലയാളത്തിൽ പറഞ്ഞു, പിന്നെ ഞാനല്ല, ഇവളാണ് നിങ്ങളുടെ ബോഡിയിൽ പൂവിട്ടത്. എന്ന് വന്നു? രാഘവൻ ചോദിച്ചു. 3-4 ദിവസം മുമ്പ് റോമിൽ, പിന്നെ ഉടൻ ട്രെയിനിൽ ഇവിടെ. വെനീസാണ് എൻ്റെ നാട്. ഇതാരാണ് പൂവിട്ട ഈ കുട്ടി? ഇത് കാർമൻ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. പിന്നെ അമ്മ നിങ്ങൾക്ക് വേണ്ടി പിക്കിൾസും പപ്പടവും അയച്ചിട്ടുണ്ട്. മിഖേല ബാഗിൻ്റെ ഉള്ളിൽ നിന്നൊരു പൊതിയെടുത്ത് രാഘവന് കൊടുത്തു. രമണി, രാഘവൻ ചോദിച്ചു. നിങ്ങളുടെ മിസ്സിസ് നന്നായിരിക്കുന്നു. പിന്നെ മോൾ സുമതി ഒരു ടിൻ യാഡ്ലി പൗഡർ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പിന്നെ മോൻ അച്യുതൻ ഒരു റെയ്ബാൻ ഗ്ലാസ് വാങ്ങുവാൻ ഡാഡിയോട് പറയണമെന്ന്. ആ വാക്യം അവസാനിപ്പിക്കുവാൻ സാധിക്കാതെ മിഖേല കുഴഞ്ഞു. ഭാഷയുടെ ഒരു അപര്യാപ്തത. കഴിഞ്ഞ 2 വർഷങ്ങളിൽ യൂണിവേഴ്സിറ്റിയിലെ സാമൂഹിക ശാസ്ത്ര വകുപ്പിൻ്റെ ഒരു സംഘത്തിൻ്റെ കൂടെ പാർട്ടിയും സഹായിയായി മിഖേല കേരളത്തിൽ താമസിക്കുകയായിരുന്നു. നായന്മാരെക്കുറിച്ച് പഠിക്കുവാൻ, പ്രത്യേകിച്ചും അവരുടെ സ്ത്രീകളിൽ ഇടയിലുണ്ടായിരുന്ന സംബന്ധത്തെക്കുറിച്ച് അച്ഛൻ നമ്പൂതിരിയുടെ സംബന്ധക്കാരിയായിരുന്ന അമ്മയെ അവർ പലതവണ കണ്ടിരുന്നു. രാഘവൻ്റെ അമ്മ ഒരു അച്ഛൻ നമ്പൂതിരിയുടെ സംബന്ധക്കാരിയാണ്. അതാണ്. ഇറ്റലിയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് അമ്മയോട് യാത്ര ചോദിക്കുവാൻ ചെന്നപ്പോഴാണ് രാഘവന് കൊടുക്കുവാൻ വേണ്ടി ഉപ്പിലിട്ട വടുകപ്പുളി നാരങ്ങയും പപ്പടക്കാരൻ കൊങ്കണിയോട് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ കുരുമുളക് പപ്പടവും അമ്മ മിക്കേലയെ ഏൽപ്പിച്ചത്. അന്ന് തന്നെ ഉപ്പിലിട്ടതും പപ്പടവും കൂട്ടി ഊണ് കഴിക്കണമെന്ന് രാമൻകുട്ടിക്ക് വാശിയായി. വിദേശത്ത് വന്നത് മുതൽ വിശപ്പ് വിട്ടുമാറാത്ത ഒരു കഴലായി രാഘവൻ്റെ വയറ്റിലും പരന്നു കിടന്നിരുന്നു. തേങ്ങ ചുട്ട ചമ്മന്തിയും കുമുഖുമാന്ന് മണക്കുന്ന കാച്ചിയ നെയ്യും ചേർത്ത കഞ്ഞിവെള്ളം സ്വപ്നങ്ങളിൽ ഒഴുകുന്നുവെന്ന് തലേന്നാൾ മാത്രമാണ് ആട്ടക്കാരിൽ ആരോ പറഞ്ഞത്. യാത്രാക്ഷീണം പൂർണ്ണമായി മാറിയിട്ടില്ലായിരുന്നുവെങ്കിലും മിഖേല രാമൻകുട്ടിയെയും രാഘവനെയും അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വിദേശത്ത് വെച്ച് അനുഭവിക്കുന്ന ഭക്ഷണ ദുഃഖത്തെപ്പറ്റി അവൾക്ക് നന്നായിട്ടറിയാമായിരുന്നു. മിഖേല ടിന്നിൽ കിട്ടുന്ന ഉണക്ക നാളികേരപ്പൊടി ഇളം ചൂടുള്ള വെള്ളത്തിൽ കലക്കി തുണിയിലരിച്ച് പാലെടുത്തു. പച്ചമുളകും വളരെ ബുദ്ധിമുട്ടി കണ്ടെത്തിയ ചെറിയ ഉള്ളിയും രാമൻകുട്ടി ചെറുതായി അരിഞ്ഞ് കൊടുത്തു. ഇതെല്ലാം ചേർത്ത് ദൂരെയുള്ള തടാകത്തിൽ നിന്ന് പിടിച്ച ട്രൗട്ട് മത്സ്യം കൊണ്ട് മിഖേല കോട്ടയത്ത് നിന്ന് പഠിച്ച ഫിഷ് മോളി ഉണ്ടാക്കി. കറിവേപ്പില ഇടാനില്ലാതെ അവൾ വിഷമിച്ചപ്പോൾ മേമ്പൊടിയായി ഉണങ്ങിയ ഒറിഗാനോ ഇല തൂകുവാൻ അവൾക്ക് ധൈര്യം കൊടുത്തത് കാർമനായിരുന്നു. ഫിഷ് മോളിയുടെ കൂടെ സൂര്യകാന്തി എണ്ണയിൽ കാച്ചിയ കുരുമുളക് പപ്പടം, പ്ലാസ്റ്റിക് കപ്പുകളിൽ കടയിൽ നിന്ന് കിട്ടുന്ന കട്ടിത്തൈര്, വടുകപ്പുളി നാരങ്ങ, ഇതെല്ലാം കൂട്ടി എത്ര വേവിച്ചാലും വേവ് പിടിക്കാത്ത ഇറ്റാലിയൻ അരിയുടെ ചോറ് രാമൻകുട്ടിയും രാഘവനും വാരി വാരി തിന്നുന്നത് കാർമനും മിഖേലയും കൗതുകത്തോടെ വീക്ഷിച്ചു. മൈക്കലാഞ്ചലോയുടെ പിയത്തയിലെ മേരിയുടെ അമലയുടെ മുഖം അവർ ഒരുമിച്ച് പല കോണുകളിൽ നിന്ന് നോക്കിക്കാണാറുള്ളതുപോലെ. അതാണ് അവൾ ഭക്ഷണം കഴിക്കുന്നത്. മൈക്കലാഞ്ചലോയുടെ പിയത്തയിലെ മേരിയുടെ അമലമായ മുഖം അവർ ഒരുമിച്ച് പല കോണുകളിൽ നിന്ന് നോക്കിക്കാണാറുള്ളതുപോലെ. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് നിന്ന് ഇവരെ രണ്ടുപേരെയും വീക്ഷിച്ചു. തിരിച്ചവരെ ഹോട്ടലിലെത്തിക്കുവാനും കാർമനും മിക്കേലയും ബോട്ടിൽ കയറി. ബോട്ട് യാത്രയ്ക്കിടയിൽ കാർമൻ മിക്കേലയോട് ഇറ്റാലിയനിൽ സംസാരിച്ചു കൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മിക്കേല രാമൻകുട്ടിയെയും രാഘവനെയും നോക്കി പറഞ്ഞു, പിന്നെ ഇവൾക്ക് നാളെ ഗ്രീൻ റൂമിൽ വരണമെന്ന്. ഓഹോ, അതിനെന്താ? രാമൻകുട്ടി ചോദിച്ചു. ഹോട്ടലിനടുത്തുള്ള ബോട്ട് ജെട്ടിയിൽ രാഘവനെയും രാമൻകുട്ടിയെ ഇറക്കിയ ശേഷം ജെട്ടിയിൽ കിടന്നിരുന്ന എതിർവശത്തേക്കുള്ള ബോട്ടിൽ മിക്കേലയും കാർമനും കയറി. ബോട്ട് അകന്നപ്പോൾ അവർ രാഘവനെയും രാമൻകുട്ടിയെയും നോക്കി കൈവീശി. രാമൻകുട്ടി കൈവീശിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, പിന്നെ. രാഘവനും തിരിച്ചുറക്കെ കൂകി, പിന്നെ പിന്നെ. അകലുന്ന ബോട്ടിൽ നിന്ന് മിക്കേല മറുപടി പറഞ്ഞു. ബോട്ടിൻ്റെ അറ്റത്ത് ഉറക്കം തൂങ്ങിയിരുന്ന കഷന്റെ തലയുള്ള വൃദ്ധൻ തറയിൽ ഊന്നുവടി കൊണ്ട് മുട്ടി ശബ്ദമുണ്ടാക്കരുതെന്നറിയിച്ചു. കുറച്ചു നേരം മുമ്പ് നിലത്ത് പുറന്തല്ലിച്ചെത്ത ദുശാസനൻ തലയുയർത്തി വന്ന, ഇത് ഭൂതകാലത്തിലേക്ക് സഞ്ചരിച്ചതാണ്, ഈ ഓർമ്മകളാണ്, വീണ്ടും വർത്തമാനകാലത്തിലേക്ക് വരികയാണ്. കുറച്ചു നേരം മുമ്പ് നിലത്ത് പുറന്തല്ലിച്ചെത്ത ദുശാസനൻ തലയുയർത്തി വന്ന് കൂകിത്തീർത്ത് പിന്നെയും മരിച്ചു വീണു. പിന്നെ എന്ന ഈണത്തിൽ കൂകൽ കേട്ട രൗദ്രഭീമൻ അന്താളിച്ച് ചുറ്റും നോക്കിയപ്പോൾ പിറകിൽ തിരശീല മാറ്റി പാഞ്ചാലി അഴിച്ചിട്ട മുടിയുമായി വരുന്നത് കണ്ടു. ദുശാസൻ ഒരിക്കൽ കൂടി ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് രൗദ്രഭീമൻ പാഞ്ചാലിയുടെ മുടിയിൽ ധൃതി പിടിച്ച് ചോര പുരട്ടി. അപ്പോൾ കാണികൾക്കിടയിൽ കൊള്ളിമീനുകൾ വീഴുന്നതുപോലെ ക്യാമറയുടെ ഫ്ലാഷുകൾ മിന്നി.
അപ്പോൾ കാണികൾക്കിടയിൽ കൊള്ളിമീനുകൾ വീഴുന്നത് പോലെ ക്യാമറയുടെ ഫ്ലാഷുകൾ മിന്നി. ഹോട്ടലിലേക്ക് മടങ്ങുവാൻ വലിയ സൂട്ട് കേസുകളിൽ കളിക്കോപ്പ് നിറച്ച ട്രോളി ഉന്തി കളിയോഗം ബോട്ട് ജെട്ടിയിലേക്ക് നടന്നു. ആശാനെ തൊഴുതു പിരിയുവാൻ നേരത്ത് കാർമൻ കൂടെ നടക്കുവാൻ രാഘവനെ ക്ഷണിച്ചു. രാഘവൻ ആശാൻ്റെ മുഖത്തേക്ക് നോക്കി. ഹോട്ടലിൽ രാഘവനെ ഭദ്രമായി തിരിച്ചെത്തിക്കുന്ന കാര്യം താൻ ഏറ്റുവെന്ന് കാർമൻ അഭിനയിച്ച് കാണിച്ചു. ആശാൻ ആകാശത്തിലെ ഇരുട്ടിനെ ഒന്ന് നോക്കിയിട്ട് അർത്ഥസമ്മതം മൂളി. തുണി മൂടിക്കെട്ടിയ ചെണ്ടപ്പുറത്ത് ഇളം കൈകൊണ്ട് ചെണ്ടക്കാരൻ നമ്പീശൻ പതിഞ്ഞൊന്ന് കൊട്ടി. ഉള്ളം കൈ കൊണ്ട് ചെണ്ടക്കാരൻ നമ്പീശൻ പതിഞ്ഞൊന്ന് കൊട്ടി. സാൻ മാർക്കോ ചതുരത്തിൽ ജാപ്പനീസ് ടൂറിസ്റ്റുകൾ കൊഴിച്ച ധാന്യമണികൾ തികട്ടിയെടുത്ത് പ്രാവുകൾ അർത്ഥസുഷുപ്തിയിൽ കുറുകി. ചതുരത്തിലെ പ്രസിദ്ധമായ നാഴികമണിയുടെ ഉള്ളിൽ നിന്ന് മണിക്കൂറുകൾ തികയുമ്പോൾ പുറത്തിറങ്ങി വന്ന് നൃത്തം ചവിട്ടുന്ന കാപ്പിരി ബൊമ്മകളെ കാത്ത് അർദ്ധരാത്രികളിലും ടൂറിസ്റ്റുകൾ കൂട്ടമായി നിൽക്കുന്നുണ്ടായിരുന്നു. കാർമൻ രാഘവനോടൊത്ത് തോട്ടിൻകരയിൽ ചെന്നിരുന്നു. ദൂരെ ഒരു ഡിസ്കോയിൽ നിന്ന് വാതിൽ തുറന്നടയുന്ന വേളകളിൽ മാത്രം വാദ്യസംഗീതം കേൾക്കാമായിരുന്നു. കപ്പലിലേക്ക് മടങ്ങുന്ന ഒരു പറ്റം നാവികർ കാർമനെ നോക്കി കൈവീശി. അവൾ തിരിച്ചു. പുണ്യാഹച്ചുണ്ടയിട്ട് ചുവപ്പിച്ച കണ്ണുകളിൽ കടൽക്കാറ്റ് പിടിച്ചപ്പോൾ രാഘവന് വേദനിച്ചു. കാർമനോട് കണ്ണ് തുടയ്ക്കുവാൻ ഒരു ടിഷ്യൂ പേപ്പർ ചോദിക്കണം എന്ന് അയാൾക്ക് തോന്നി. പക്ഷെ ഭാഷ അറിയാത്തതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല. മൗനം രാഘവന് സഹജമായ ഭാവമായിരുന്നു. അന്തിക്ക് അച്ഛൻ നമ്പൂതിരി വീട്ടിൽ വരുമ്പോൾ പാനീസ് വിളക്കിൻ്റെ വെളിച്ചത്തിൽ രാഘവൻ പഠിക്കുകയായിരിക്കും. അച്ഛനെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് എന്തോ പറയുവാൻ കുട്ടി ചുണ്ടനക്കുമ്പോൾ അച്ഛൻ നമ്പൂതിരി പറയും, മിണ്ടരുത്, കഥകളിക്കാരനാകാൻ പോകുന്ന നീ മിണ്ടരുത്. മൗനമാണല്ലോ, കഥകളിയുടെ ഭാഷ തന്നെ മൗനമാണ്. മൗനം രാഘവന് സഹജമായ ഭാവമായിരുന്നു. അച്ഛൻ നമ്പൂതിരിയിൽ നിന്ന് കേട്ട ആദിശങ്കരൻ വിദ്യ അഭ്യസിച്ച കഥ രാഘവൻ പെട്ടെന്നോർത്തു. അത് കാർമനോട് പറയുവാൻ അയാൾ വെമ്പി. ആദിശങ്കരൻ? രാഘവൻ പറഞ്ഞു. ആദിശങ്കരൻ ഒരു ഇന്ത്യൻ മഹർഷിയായിരുന്നു. പരമശിവനായിരുന്നു അദ്ദേഹത്തിൻ്റെ മാഷ്. 3rd ഫോറം വരെ പഠിച്ച ഇംഗ്ലീഷുമായി രാഘവന് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞില്ല. ആദിശങ്കരൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കഥ കാർമൻ്റെ മുഖത്തു നോക്കി മനസ്സിലാടുവാൻ രാഘവൻ തീരുമാനിച്ചു. കൈലാസം വിട്ട് തെക്കോട്ടെത്തി ദക്ഷിണാമൂർത്തിയായ ശിവനായിരുന്നു ആദിശങ്കരൻ്റെ ഗുരു. ഒരു നല്ല നാളിൽ ഹരിശ്രീയെക്കുറിച്ച് ഗുരുവും ശിഷ്യനും മുഖത്തോട് മുഖം നോക്കി പത്മാസനത്തിലിരുന്നു. നിശബ്ദരായി. ഇമകൾ പൂട്ടുന്ന ശബ്ദം പോലും കേൾപ്പിക്കാതെ. മണ്ഡലങ്ങൾ കുറേ പിന്നിട്ടപ്പോൾ ആദിശങ്കരന് അറിവ് പൂർണ്ണമായി. മൗനത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. മണ്ഡലങ്ങൾ കുറേ പിന്നിട്ടപ്പോൾ ആദിശങ്കരന് അറിവ് പൂർണ്ണമായി. എന്തോ മനസ്സിലായ മട്ടിൽ കാർമൻ പുഞ്ചിരിച്ചു. അവൾ മനസ്സിൽ രാഘവനോട് ചോദിച്ചു, നീ ജാതിയിൽ കഥകളിക്കാരനാണോ? അവളുടെ ചിരിയിലെ കുറുമ്പ് രാഘവനെ രസിപ്പിച്ചു. അയാൾ മനസ്സിൽ തന്നെ മറുപടി പറഞ്ഞു, ഇല്ല, അച്ഛൻ നമ്പൂതിരി ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിരുന്നില്ല. ഇടയ്ക്ക് രാത്രി വരും, കാലത്ത് എഴുന്നേറ്റ് പോകും. അപ്പോൾ മിക്കവാറും ഞാനും അനിയനും ഉറക്കമായിരിക്കും. കാർമൻ അതിന് മറുപടി പറഞ്ഞില്ല. അവൾ മുഖം തിരിച്ച് രാഘവൻ്റെ 6.5 അടി മുഴുവൻ കണ്ണോടിച്ചു. ഫ്ലാനൽ ഷർട്ടിൻ്റെ അകത്ത് പിച്ചകമുട്ട് പോലെ ജിംഭ്രിച്ച് നിൽക്കുന്ന അയാളുടെ മുലകൾ, മാംസനിഷ്ഠമായ കൈകളിൽ നിന്ന് നദികൾ വഴിപിരിഞ്ഞ് ഉപശാഖകളാകുന്ന ഭംഗിയോടെ വളരുന്ന വിരലുകൾ, തലമുടിയിൽ അങ്ങിങ്ങ് പറ്റിപ്പിടിച്ച് കിടക്കുന്ന മഞ്ഞിൻ്റെ പരലുകളെപ്പോലെ തിളങ്ങുന്ന നര. അവൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അയാളുടെ മൂക്ക് തന്നെയായിരുന്നു. അതിൽ പേടിപ്പിക്കുന്ന മൂർച്ചയിൽ വിരലോടിക്കുമ്പോൾ ഉൾവയറ്റിൽ അനുഭവപ്പെടാറുള്ള സുഖകരമായ നടുക്കത്തിനായി അവൾ കൊതിച്ചു. മാംസ സംസ്കരണശാലയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ആളുകളെ തനിക്ക് അവയവങ്ങൾ മാത്രമായേ കാണുവാൻ പറ്റുന്നുള്ളൂ എന്ന് കാർമന് തോന്നി. മാംസ സംസ്കരണശാലയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ആളുകളെ തനിക്ക് അവയവങ്ങൾ മാത്രമായേ കാണുവാൻ പറ്റുന്നുള്ളൂ എന്ന് കാർമന് തോന്നി. സാൻ മാർക്കോ ചതുരത്തിലെ ഗോപുരമണി 2 ഇത്തവണ കാപ്പിരി ബൊമ്മകളുടെ നൃത്തം കാണുവാൻ ആരുമില്ലായിരുന്നു. അവസാനത്തെ ബോട്ട് പോയതുകൊണ്ട് രാഘവനും കാർമനും തോട്ടിൻകരയിലൂടെ ഹോട്ടലിലേക്ക് നടന്നു. നിരനിരയായി കെട്ടിയിരുന്ന ഓടങ്ങൾ തമ്മിൽ ഉരസുന്ന ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കുവാനില്ലായിരുന്നു. റിയാൽറ്റോ പാലത്തിൻ്റെ മുമ്പിലെ 3 കൂടിയ വഴിയിൽ നിന്ന് കാർമൻ രാഘവൻ അയാളുടെ ഹോട്ടൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. കെട്ടിടങ്ങളുടെ മുമ്പിലെ കോലായകളും കുറിയ പാലങ്ങളും താണ്ടി കാർമനും അവളുടെ ഫ്ലാറ്റിലേക്ക് മടങ്ങി.
രാഘവൻ മുറിയിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ആശാൻ കട്ടിലിൽ ചമ്രം പിടിഞ്ഞിരുന്ന് കണ്ണ് സാധകം തുടങ്ങിയിരുന്നു. വയസ്സ് 10:45 ആയപ്പോൾ കോടമഞ്ഞിൽ ചുറ്റിക്കറങ്ങൽ. മുത്തച്ഛനാകുവാൻ ഇനി അധികം സമയം വേണ്ട എന്ന് ഓർത്തോ? അച്ഛൻ എന്താണ് ഈ പറയുന്നത്? അച്ഛൻ നമ്പൂതിരിയുടെ മനയ്ക്കൽ കളിയോഗമുണ്ടായിരുന്നപ്പോൾ കളിയച്ഛൻ ആശാനായിരുന്നു. അച്ഛൻ നമ്പൂതിരിയുടെ മരണശേഷം ആശാൻ രാഘവനെ കൂടെ താമസിപ്പിച്ച് ആട്ടം പഠിപ്പിക്കുന്നതിനിടയിൽ ഒരു നാൾ കളിയച്ഛൻ അച്ഛനായി. തൻ്റെ ഗുരുവിനെ അച്ഛനെന്നാണ് രാഘവൻ വിളിച്ചിരുന്നത്. രാഘവൻ ഷർട്ടും പാൻറ്റും ഊരിവെച്ച് ലുങ്കിയും കൈയില്ലാത്ത വല ബനിയനുമിട്ട് കിടക്കയിൽ കിടന്ന് കമ്പിളി തലയ്ക്കുമേൽ വലിച്ചിട്ട ഉടനെ ഉറക്കം തുടങ്ങി. കണ്ണ് സാധകത്തിനിടയിൽ ഒളിക്കണ്ണിട്ട ആശാൻ രാഘവനെ നോക്കി. നമ്പൂതിരിയിൽ നിന്ന് കിട്ടിയ വെളുപ്പും പൊക്കവും അതിനൊത്ത വണ്ണവും താൻ ചവിട്ടി പദം വരുത്തിയ മാംസപേശികൾ, കച്ച കെട്ടിയ തിരുമുപായിൽ എണ്ണ തേച്ച് കിടന്നു. കച്ച തൊട്ട് വന്ദിച്ച് മുകളിൽ കെട്ടിയ മുളയിൽ കൈപിടിച്ച് ആശാൻ ഒഴിച്ചിൽ തുടങ്ങി. 17 കാലടികൾ കൊണ്ടവനെ അളന്നൊഴിഞ്ഞു. ആശാൻ്റെ മടമ്പിലെ വിള്ളലുകൾ രാഘവൻ്റെ കശേരുക്കൾക്കിടയിൽ മുറുകി നിന്ന ഇളം തൊലിയിൽ പോറലേൽപ്പിച്ചുവെങ്കിലും കുട്ടി അനങ്ങാതെ കിടന്നു. പൂവരക്കും ആവണക്കെണ്ണയും മണക്കുന്ന കുഴമ്പിൽ ചിലപ്പോൾ കാല് തെന്നി കച്ചയിൽ തട്ടി കുഴിനഖം നൊന്തിട്ടും താഴെ കിടക്കുന്ന ഉറയ്ക്കാത്ത മെയ്യിനെ ആട്ടക്കാരനാക്കുവാനുള്ള ആശാൻ്റെ പ്രയാണങ്ങൾ തുടർന്നു. ശബ്ദം കനക്കുന്നതിന് മുമ്പ് തന്നെ ആശാൻ രാഘവനെ കൂട്ടി അമ്പലക്കുളത്തിലേക്ക് പോകുമായിരുന്നു. കഴുത്തറ്റം വെള്ളത്തിൽ നിന്ന് ആശാൻ അവൻ അലർച്ചകൾ പറഞ്ഞു കൊടുത്തു. മുരുക്കുമരത്തിൽ നിന്ന് പാതിരാപ്പുള്ളുകളെ പറപ്പിക്കുന്ന താടിയുടെ അലർച്ച, ശൃംഗരിക്കുന്ന കത്തിയുടെ രാഗഛായയിലുള്ള ഗോഗുവ, ഹനുമാന്റെ സന്തോഷത്തിലുള്ള ഹൂയ്, അതേ ഹനുമാൻ തന്നെ അശോകവനത്തിലെ സീതയെ കണ്ട് സങ്കടപ്പെടുന്ന ആഹായ്, കിരാതൻ്റെ പുച്ഛത്തിലുള്ള പൂപ്പൂയ്. അലർച്ച മാത്രമേ ഉള്ളൂ നമുക്ക് നാദബ്രഹ്മത്തെ ഉപാസിക്കുവാൻ. കുളത്തിൽ നിന്ന് തിരിച്ചു നടക്കുമ്പോൾ ആശാൻ പറഞ്ഞു. രാഘവൻ അത് മനസ്സിലായ മട്ടില്ലായിരുന്നു. പലതും രാഘവന് മനസ്സിലാകുന്നില്ലെന്ന് ആശാന് തോന്നിത്തുടങ്ങി. അപ്പോഴാണ് അവനെയും കൂട്ടി കോട്ടയ്ക്കലിൽ PS വാര്യരുടെ കളിയോഗത്തിൽ ചേർന്ന പട്ടിക്കാന്തൊടി രാവുണ്ണിമേനോനെ കണ്ടത്. ഇവൻ ഇവിടെ നിന്നോട്ടെ മേന്നെ, ആശാൻ പറഞ്ഞു. PS വാര്യരോട് ഞാൻ പറഞ്ഞ് സമ്മതം വാങ്ങിക്കൊള്ളാം. ചിട്ട തെറ്റിക്കാതെ ആട്ടം പഠിപ്പിക്കുവാൻ മേനല്ലാതെ ആർക്കാ പറ്റുക? നല്ല മെയ്യ്. ഏതാ ഈ കുട്ടി? പട്ടിക്കാന്തൊടി ചോദിച്ചു. ഇത് നമ്മുടെ മരിച്ചുപോയ വിരൂപാക്ഷൻ നമ്പൂതിരിയുടെ മകനാണ്, നായർ സ്ത്രീയിൽ. മേളക്കാരൻ തിരുമേനിയല്ലേ? അതെ, ആശാൻ പറഞ്ഞു. മെയ്യ് മാത്രമല്ല, നല്ല മനയോലപ്പറ്റും തൊലിക്കനവുമുള്ള മുഖമാണ്. വലുതാകുമ്പോൾ ഇവൻ്റെ വേഷഭംഗി ഗംഭീരമായിരിക്കും. പട്ടിക്കാന്തൊടിയുടെ കൂടെ അധികനാൾ കോട്ടയ്ക്കലിൽ തങ്ങുവാൻ രാഘവന് കഴിഞ്ഞില്ല. ആരോഗ്യം ക്ഷയിച്ച് കോട്ടയ്ക്കലിൽ നിന്ന് ഭാര്യ വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് രാഘവനെ തിരിച്ചു കൊണ്ടുപോകുവാൻ എത്തിയ ആശാനോട് പട്ടിക്കാന്തൊടി പറഞ്ഞു. അച്യുതൻ, ഞാൻ പറയുന്നത് കേട്ട് വിഷമിക്കരുത്. പട്ടിക്കാന്തൊടി പറഞ്ഞു. വിത്തുഗുണവും മെയ്യഴകും ധാരാളമുണ്ടെങ്കിലും എൻ്റെ ചിട്ട അനുസരിച്ച് ഇവൻ 2ാം തരമേ ആവുള്ളൂ. രാഘവനെ കൂട്ടി തിരിച്ചെത്തിയ ഉടനെ ആശാൻ കളരി പിടിച്ചുവിട്ടു. എന്നിട്ട് ആശാൻ രാഘവനെ മാത്രം പഠിപ്പിക്കുവാൻ തുടങ്ങി. മുദ്ര തോന്നിക്കലും രസപ്രകടനങ്ങളും മണിക്കൂറുകൾ നീണ്ടു. കണ്ണുനീർ ഗ്രന്ഥി വറ്റുന്നത് വരെ കണ്ണസാധകം ചെയ്യിച്ചു. കൃഷ്ണമണികൾ കൊണ്ട് അവൻ എഴുതിയ എട്ടുകൾക്ക് കണക്കില്ലായിരുന്നു. പുരികമിളക്കി ബാലനെ ശൃംഗരിക്കുവാൻ പഠിപ്പിച്ചു. ചുണ്ടിൻ്റെ കടകളിളക്കി ദുഃഖിക്കുവാനും. കൊല്ലത്തെ ഒരു പ്രസ്സുകാരായിടെ കിടക്കിയ 64 ആട്ടക്കഥകൾ എന്ന പുസ്തകത്തിൽ നിന്ന് കഥകൾ ഓരോന്നായി എടുത്ത് രാഘവനെ കൊണ്ട് ചൊല്ലിയാടിച്ചു. മനോധർമ്മം നന്നായി തോന്നിക്കുവാൻ കലാമണ്ഡലത്തിൽ ചെന്ന് വള്ളത്തോളിൻ്റെയും കുട്ടിക്കൃഷ്ണമാരാരുടെയും ഒഴിവ് സമയം തേടി രാഘവനെ സാഹിത്യം മനസ്സിലാക്കിച്ചു. ഇട്ടിരാടിച്ച മേനോനോട് പട്ടിക്കാന്തൊടിയും മാത്തൂർ കളരിക്ക് തെക്കേരിൽ കേമനായ കുഞ്ഞുപിള്ളപ്പണിക്കരും പെരുമ നേടിക്കൊടുത്തതുപോലെ ഇവൻ ഈ അച്യുതൻ്റെ പേര് നിലനിർത്തും. കളരി പിടിച്ചുവിട്ടതിൻ്റെ പരിഭവം മാറാത്ത ഭാര്യയോട് ആശാൻ പറഞ്ഞു. ഒരു കിണർ കുഴിക്കുന്നതിലും നല്ലത് പല കിണറുകൾ കുഴിക്കുന്നതല്ലേ? നീരസത്തിൽ ഭവാനിയമ്മ പറഞ്ഞത് ഓർമ്മയിൽ കയറി വന്നപ്പോൾ ആശാൻ ഓർമ്മിക്കുന്നത് നിർത്തി. മഞ്ഞുകാലമായതുകൊണ്ട് ജനലിനപ്പുറത്ത് പ്രഭാതം വൈകിയേ തുടങ്ങിയിരുന്നുള്ളൂ. രാത്രി മുഴുവൻ ചാരനിറത്തിൽ ദ്വിമാനമായി നിലകൊണ്ട സാൻ മാർക്കോ ബസിലിക്കയുടെ ഗോപുരങ്ങൾക്ക് നിറങ്ങളും മജ്ജയും വെച്ചു തുടങ്ങി. തിരിച്ചു വീശുന്ന കടൽക്കാറ്റ് പുറത്ത് തണുപ്പ് കൂട്ടിയപ്പോൾ രാഘവൻ പതുക്കെ കുളിരുന്നത് കണ്ട ആശാൻ അയാളുടെ മേൽ തൻ്റെ കട്ടിലിൽ കിടന്ന കമ്പിളിപ്പുതപ്പ് കൂടി ഇട്ടു. വാത്സല്യം കണ്ടോ ആശാനെ അച്ഛനെന്നാണ് രാഘവൻ വിളിക്കുന്നത്.
ഒരു മിനിറ്റ്, മണി എത്രയാണെന്ന് നോക്കട്ടെ. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള 1-ാം നമ്പർ ബോട്ട് പിടിക്കുവാൻ കാർമൻ പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റു. കുളിക്കാത്തതിന് പ്രായച്ചിത്തമായി അവൾ കഴുത്തിലും കൈത്തണ്ടയിലും അത്തറ് പുരട്ടി കെട്ടിടത്തിൻ്റെ പുറത്തേക്കിറങ്ങി. പോകുന്ന വഴി കാപ്പി കുടിക്കുവാൻ പതിവ് കടയിൽ കയറിയപ്പോൾ അവിടെയും പുതു റൊട്ടിയുടെയും അപ്പോൾ വറുത്തു പൊടിച്ച ബ്രസീലിയൻ കാപ്പിപ്പൊടിയുടെയും മണങ്ങളിൽ ഇഴപിരിഞ്ഞ് കുളിക്കാത്തവർ അണിഞ്ഞ അത്തറിൻ്റെ ഗന്ധം കിടന്നിരുന്നു. ബോട്ടിലും അതേ ഗന്ധം അവളെ പിന്തുടർന്നു. തീവണ്ടിയിലെത്തിയപ്പോൾ അതൊരു മഹാഫലിതമായി വളർന്നു കഴിഞ്ഞിരുന്നു. മലർക്കെ ചിരിച്ചുകൊണ്ടാണ് കാർമൻ മാംസ സംസ്കരണശാലയിലെത്തിയത്. എന്താണിത്ര സന്തോഷം? മിക്കേല ചോദിച്ചു. എന്തുണ്ടായി? സിസിലിയ ചോദിച്ചു. പുതിയ ആൺതുണ? ഡാനിയേല ഊഹിച്ചു. വാ, അടുത്തേക്ക് വാ. കാർമൻ അവരെ ക്ഷണിച്ചു. അവൾ അവരുടെ ദേഹമാസകലം ഒരു പട്ടിക്കുട്ടിയെ പോലെ മണത്തു. കരിങ്കാലികൾ, നിങ്ങൾ കുളിച്ചിരിക്കുന്നു. വെനീസ് മുഴുവൻ അന്ന് കുളിക്കാതെ അത്തറ് പുരട്ടി കള്ളത്തരം കാണിച്ച കഥ കാർമൻ വിവരിച്ചു. ഇരുമ്പ് പൈപ്പുകളിൽ ഘടിപ്പിച്ച വലിയ കൊളുത്തുകളിൽ തൂക്കിയിട്ട കബന്ധങ്ങൾക്കിടയിലൂടെ കാർമനും കൂട്ടുകാരും നീങ്ങി. തുടക്കഷ്ണങ്ങളും കാലുകളും എല്ലുകളുമായി വെവ്വേറെയാക്കുവാൻ അവർ കൊളുത്തുകളിൽ നിന്ന് കബന്ധങ്ങളെ ഊരി ട്രോളികളിൽ വെച്ചു. പിന്നെ വിമാനങ്ങൾ സൂക്ഷിക്കുന്ന ഹാങ്ങറുകളേക്കാൾ വലിയ ഒരു ഫ്രിഡ്ജിൻ്റെ അകത്താണ് ഞാനും കാർമനും വർക്ക് ചെയ്യുന്നത്. അത്താഴത്തിന് വന്ന രാമൻകുട്ടിയോടും താൻ പറഞ്ഞത് മിഖേല ഓർത്തു. ഫാക്ടറിയിൽ എപ്പോഴും തണുപ്പാണ്. ഏത് സമയം ഇറച്ചി കണ്ടുകൊണ്ടിരുന്നാൽ മടുപ്പ് തോന്നുകയില്ലേ? രാമൻകുട്ടി ചോദിച്ചു. പിന്നെ മടുപ്പ് മാറ്റുവാൻ ഞങ്ങൾക്ക് പല കളികളുമുണ്ട്. മാംസസംസ്കരണശാലയിൽ കളികൾ തുടങ്ങി വെച്ചത് മിഖേലയായിരുന്നു. ഒരു ദിവസം ഉച്ചഭക്ഷണ സമയത്ത് അവർ എല്ലാവരെയും നോക്കി പറഞ്ഞു. ഒറ്റയ്ക്കുള്ള ജനസമൂഹങ്ങൾ, എസ്കിമോകൾ, സഹാറയിലെ നാടോടി അറബികൾ തുടങ്ങിയവർ സമയം കളയുവാൻ അവരുടേതായ കളികൾ കണ്ടുപിടിക്കുമെന്ന് സാമൂഹ്യശാസ്ത്രകാരന്മാർ പറയുന്നു. എല്ലാവർക്കും പങ്കെടുക്കാവുന്ന കളികൾ, ആരും കാണികളാകാത്ത കളികൾ. മിഖേല കഴിഞ്ഞ 3 വർഷങ്ങളിലായി തണുപ്പുകാലം മുഴുവൻ ഒഴിവെടുത്ത് യൂണിവേഴ്സിറ്റിയിലെ സാമൂഹിക ശാസ്ത്ര വകുപ്പിൻ്റെ കീഴിലുള്ള സംഘങ്ങളിൽ പാർട്ട് ടൈം സഹായിയായി ഇന്ത്യയിലേക്കും മെലനേഷ്യൻ ദ്വീപുകളിലേക്കും പോയിരുന്നു. നമുക്കും വേണം അത്തരത്തിലൊരു കളി. കാപ്പിക്ക് വേണ്ടിയ വെഡ്ഡിംഗ് മെഷീൻ തുട്ടുകൾ ഇടുന്നതിനിടയിൽ തലയുയർത്തി സിസിലിയ പറഞ്ഞു. ഒരു കളിയല്ല, പല കളികൾ, കാർമൻ പറഞ്ഞു. അങ്ങനെയാണ് മാംസസംസ്കരണശാലയിൽ ഉച്ചഭക്ഷണ സമയത്ത് കളികൾ ഉണ്ടായത്. അന്നവർ തിരഞ്ഞെടുത്ത കളിയുടെ പേര് റോമാ ചക്രവർത്തി കളി എന്നായിരുന്നു. ബലിമൃഗങ്ങളുടെ ആന്തരാവയവങ്ങൾ പരിശോധിച്ച് റോമാ ചക്രവർത്തികൾക്ക് ഭാവി പറഞ്ഞു കൊടുത്തിരുന്ന പ്രവാചകന്മാരെക്കുറിച്ച് ഇവർക്കറിയാമായിരുന്നു. ഇന്നത്തെ സീസർ കളിക്ക് നമുക്കൊരു ചെറിയ ആടിനെ തേടാം, മിഖേല പറഞ്ഞു. ഫ്രീസറിൽ നിന്ന് തോൽ മാത്രം ഉരിഞ്ഞ ഒരു ആടിനെ സ്റ്റീൽ മേശപ്പുറത്ത് കിടത്തി മിഖേല ഇലക്ട്രിക് അറക്കവാള് കൊണ്ട് അതിൻ്റെ മാറ് തുറന്നു. ഇന്ന് ഞാൻ നിൻ്റെ ഭാവി പറയാം, മിഖേല കാർമനോട് പറഞ്ഞു. മുൻകൂട്ടി നിശ്ചയിച്ച ഏതോ ഒരു ദുരുദ്ദേശം അതിലുണ്ടെന്ന് കാർമന് തോന്നി. എങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല. ഞാൻ കാണുന്നു, ഞാൻ തത്തകളെ കാണുന്നു, മിഖേല പറഞ്ഞു. ഉറയുന്ന ശബ്ദത്തിൽ നാടകീയമായി ഭാവി പറയുവാൻ മിഖേലയ്ക്ക് മാത്രമേ കഴിഞ്ഞിരുന്നു. മലബാറിലെ വെളിച്ചപ്പാടുകൾ മഞ്ഞളും അരിയും ചേർത്ത് വാക്കുകൾ വലിച്ചെറിയുന്നത് അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പലതരം തത്തകളെ കാണുന്നു, പല നിറത്തിലുള്ള തത്തകൾ ദാ മനുഷ്യരാകുന്നത് ഞാൻ കാണുന്നു, പല നിറത്തിലുള്ള മനുഷ്യർ. മിഖേല ഒന്ന് നിർത്തിയെങ്കിലും അവൾ കാർമൻ്റെ മുഖത്ത് നോക്കിയതേയില്ല. കറുപ്പും ചുവപ്പും നിറത്തിലുള്ള ഒരുവൻ, പച്ചയണിഞ്ഞ മറ്റൊരുവൻ, നെറ്റിയിൽ കോഴിപ്പൂ പോലെ കിരീടം വളരുന്ന മൂന്നാമതൊരുവൻ. ഈ മാരിവില്ല് മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്ന് കാർമനെ കാമിക്കും, അല്പം പ്രായമുള്ള ഒരാൾ. പ്രവചനം നിർത്തിയതിന് ശേഷവും മിഖേല കാർമൻ്റെ മുഖത്ത് നോക്കിയില്ല. പറ കാർമൻ, ഏതാണ് നിൻ്റെ പുതിയ കൂട്ടുകാരൻ? ദേഹം മുഴുവൻ വ്യാളികളെ പച്ചകുത്തിയ വല്ല ആസ്ട്രേലിയക്കാരൻ നാവികരുമാണോ? ഡാനിയേല ചോദിച്ചു. വരാൻ പോകുന്ന കാര്യങ്ങളല്ലേ മിഖേല പറഞ്ഞത്? അത് ശരിയാകുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിവരം അറിയിക്കാം. പക്ഷെ ആരുമായി ഞാൻ അയാളെ പങ്കുവെക്കില്ല, കാർമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മിഖേല ചിരിക്കാതിരിക്കുന്നത് കാർമൻ ശ്രദ്ധിച്ചു. വൈകുന്നേരം പണി തീർന്ന് ഫാക്ടറിയുടെ ഗേറ്റിൽ കാർഡ് പഞ്ച് ചെയ്യുവാൻ വരിയിൽ നിൽക്കുമ്പോൾ കാർമൻ മിഖേലയോട് പറഞ്ഞു. ഇന്നത്തെ പ്രവചനം ഗംഭീരമായി. വിവരം ഞാൻ അറിഞ്ഞു എന്ന് നിന്നെ അറിയിച്ചതാണ്. അതിരിക്കട്ടെ, എന്തിനാണ് നമ്മുടെ പിഞ്ചു കളികളിൽ നീ വിഷം ചേർക്കുന്നത്? കാർമൻ്റെ ശബ്ദമുയർന്നു. പറയൂ, എന്ത് വിവരമാണ് നീ അറിഞ്ഞത്? നീയും രാഘവനുമായുള്ള ബന്ധം.
ഞങ്ങൾ തമ്മിൽ ചങ്ങാത്തത്തിൽ കൂടുതൽ ഒരു ബന്ധവുമില്ല. എന്നിട്ടാണോ ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് അയാളുടെ കൂടെ നടന്നത്? അതാണോ കാര്യം? എനിക്ക് അയാളുടെ കൂടെ നടക്കുന്നത് ഇഷ്ടമാണ്. അയാൾ ഒന്നും മിണ്ടുന്നവനല്ല. ഞങ്ങളുടെ ഇടയിൽ ഭാഷയില്ല. പുരുഷന്മാർ ഭാഷ വരെ അവരുടേതാക്കിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഈ മൂകൻ എനിക്ക് വിലപ്പെട്ടതാണ്. പുരുഷന്മാർ ഭാഷ വരെ അവരുടേതാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഈ മൂകൻ എനിക്ക് വിലപ്പെട്ടവനാണ്. കുറച്ചു നേരം അവരൊന്നും സംസാരിച്ചില്ല. കാർമൻ മിക്കേല ശബ്ദം താഴ്ത്തി പറഞ്ഞു. മെലനീഷ്യൻ ദ്വീപുകളിൽ വെച്ച് ഞാൻ പ്രാപിച്ച പുരുഷനും ഭാഷയില്ലായിരുന്നു. പക്ഷെ അയാൾ എൻ്റെ മനസ്സിൽ വടുകെട്ടിക്കിടക്കുന്നു. എൻ്റെ മനസ്സ് ടഫ്ലോൺ കൊണ്ടുണ്ടാക്കിയതാണ്. അതിലൊന്നും പറ്റിപ്പിടിക്കില്ല, കാർമൻ പറഞ്ഞു. മിക്കേല അവൾ അസൂയയോടെ നോക്കി. ഹിമയുഗം തൊട്ടുള്ള ഓർമ്മകൾ തൻ്റെ മനസ്സിൽ പോലെ അട്ടിയായി കിടക്കുന്നു. ഹിമയുഗം തൊട്ടുള്ള ഓർമ്മകൾ തൻ്റെ മനസ്സിൽ പോലെ അട്ടിയായി കിടക്കുന്നു. അടുത്ത വീഡിയോയിൽ ബാക്കി വായിക്കാം കേട്ടോ.